നിസ്കാരത്തിൽ കണ്ണ് ചുമ്മിയിട്ട് നിസ്കരിച്ചാൽ നിസ്കാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ നമ്മൾ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. അതിന് കണ്ണ് തുറന്നു വെച്ചാലേ കഴിയൂ. അത് നമ്മൾ കാബയുടെ തൊട്ടടുത്തു നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിലും കാബയിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. നമ്മൾ എവിടെയാണോ സുജൂദ് ചെയ്യുന്നത് ആ സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ണ് കാണാത്തൊരു വ്യക്തിയാണ് നിസ്കരിക്കുന്നതെങ്കിലും അയാൾ നോക്കേണ്ടത് സുജൂദിന്റെ ആ സ്ഥാനത്തേക്കാണ്. തല ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ച് ഉയർത്തി വെക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്കൊക്കെ ഇങ്ങനെ ചരിച്ചു വെക്കാനോ കണ്ണ് കാണാത്ത ആളാണെങ്കിലും പാടില്ല. അയാൾ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കുന്ന പോലെയാണ് തല തിരിച്ചു നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി ഇരുട്ടിൽ നിസ്കരിക്കുന്ന ആളാണ്, കാഴ്ചയുള്ള ആൾ തന്നെയാണ്, ഇരുട്ടിലാണ് നിസ്കരിക്കുന്നത്, അയാൾക്ക് സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കിയാലും അവിടെ കാണുന്നില്ല, എന്നാലും അയാൾ നോക്കേണ്ടത് ആ സ്ഥലത്തേക്ക് തന്നെയാണ്. അപ്പൊ കണ്ണ് ചുമ്മി നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? അത് ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ല. ഇനി ചില ഘട്ടങ്ങളിൽ കണ്ണ് ചിമ്മുന്നത് സുന്നത്തും നിർബന്ധമൊക്കെ ആവും. നിർബന്ധമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മുന്നിൽ കാണാൻ പറ്റാത്ത വല്ല ഹറാമും, ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സൊഫിലെ ആളുടെ ഔറത്ത് ഒളിവാകുന്നുണ്ട്, അതല്ലെങ്കിൽ മുന്നിൽ ഒരു അന്യ പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് കണ്ണ് ചിമ്മൽ നിർബന്ധമായി വരും. അതുപോലെ തന്നെ മുന്നിൽ നമ്മളെ വസ്വാസാക്കുന്ന രൂപത്തിൽ, നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന രൂപത്തിൽ മുന്നിൽ വല്ലതും കണ്ടാൽ അവിടെ കണ്ണ് ചിമ്മൽ സുന്നത്തുമാണ്. എന്നാൽ നിസ്കാരത്തിൽ കണ്ണ് ചിമ്മുന്ന കാരണം വല്ല പ്രയാസവും നമുക്കുണ്ടാകുമെങ്കിൽ, നമ്മൾ കണ്ണ് ചിമ്മുന്ന കാരണം കൊണ്ട് ആരെങ്കിലും ആക്രമിക്കാൻ വരികയോ മറ്റുള്ള ഇഴജന്തുക്കൾ നമ്മെ ആക്രമിക്കുകയോ അതിലൂടെ വല്ല പ്രയാസങ്ങളും നമുക്ക് നേരിടുകയോ ഒക്കെ ചെയ്താൽ കണ്ണ് ചിമ്മുന്നത് കറാഹത്തുമാണ്. അങ്ങനെ കണ്ണ് ചിമ്മുന്നത് ഓരോ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാറും. ഏതായിരുന്നാലും നിസ്കാരത്തിൽ കണ്ണു തുറന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. പല ആളുകളും പറയും ആത്മാർത്ഥത കിട്ടണമെങ്കിൽ കണ്ണ് ചിമ്മണമെന്ന്. എന്നാൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതിന്റെ കാരണം പറയുന്നത് തന്നെ ഖുശൂ ലഭിക്കാൻ വേണ്ടിയാണെന്നാ. കാരണം ഈ കണ്ണ് ചിമ്മുമ്പോൾ മനുഷ്യന്മാർ പൊതുവെ ഉറക്കിലേക്കും അതുപോലെ തന്നെ അശ്രദ്ധയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കണ്ണ് ചിമ്മുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്നു? അതാണ് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ ഏറ്റവും എളുപ്പമുള്ളത്. ആകാശത്തിലേക്കും അതുപോലെ നേരെ നോക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ ദീർഘമായി നിസ്കരിക്കുന്ന ഒരാൾക്കാണെങ്കിലും എത്ര സമയം വേണമെങ്കിലും സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അതുപോലെ തന്നെ അതൊരു മഹത്തായ സ്ഥലമാണ്, നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ടൊക്കെയാണ് അങ്ങോട്ട് നോക്കാൻ വേണ്ടി നിസ്കാരത്തിൽ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറുന്ന രൂപത്തിൽ എന്തെങ്കിലും നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണ്ണ് ചിമ്മാവുന്നതാണ്. അതല്ലാതെ ഒന്നുമില്ലാതെ ഒരു കാരണവുമില്ലാതെ കണ്ണ് ചിമ്മുന്നത് ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ല. അതുകൊണ്ട് പരമാവധി കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അമലുകൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.